ഹായ് എവരി വൺ, ഹായ്. ഇന്ന് നമുക്ക് 3 സാരിയാണ്. ഇത് ഞാൻ ഒരുമിച്ചെടുത്ത സാരിയല്ല, എപ്പോഴേക്കോ ഞാൻ എടുത്ത സാരികളാണ്. അപ്പോൾ ഇതൊന്നും അധികം വിലയില്ലാത്ത സാരികളാണ്. ഇതൊക്കെ ഒരു സാധാരണ സാരിയാണ്. കാണാൻ ഭയങ്കര റിച്ചാണ്, പക്ഷെ അത്ര വിലയൊന്നും എനിക്ക് തോന്നുന്നില്ല. 1000-ന് താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് ഞാൻ ബ്ലൗസ് പീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇട്ടെടുത്ത സാരിയാണ്. ഇനി ഉടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ചിലത് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടാലും നമ്മൾ പെയർ ചെയ്യുമ്പോൾ അതത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഉടുത്ത് കഴിഞ്ഞിട്ട് നോക്കാം. അടുത്ത സാരി ഇതും കാഞ്ചീപുരം വേണം എന്നൊക്കെ പറഞ്ഞ് ചെന്നതാണ്, പക്ഷെ കാഞ്ചീപുരം ഒന്നും അല്ല. ഇത് സാധാ ഒരു സാരിയാണ്. അത്ര എനിക്ക് കാഞ്ചീപുരത്തിൻ്റെ കളറ് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. ഫൈനൽ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ റേറ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവർ പറയുന്നത് പോലെ ഇത് കാഞ്ചീപുരം അല്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ്റെ ഇല്ലാത്തൊരു പട്ട് സാരിയാണ്. സത്യത്തിൽ എനിക്ക് കാഞ്ചീപുരം വേണമായിരുന്നു, പക്ഷേ ഇതെൻ്റെ ഇല്ലാത്തൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് പിന്നെ നമ്മളത് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പിന്നെ അത് കൂടെ കൂട്ടി. ഈ ഒരു ബ്ലൂ മജന്ത കോമ്പിനേഷനാണ്. ബ്ലൗസ് മജന്തയാണ് വരുന്നത്. ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ്. ഇതും ഉടുത്ത് കഴിയുമ്പോൾ അറിയാം. ചിലപ്പം ഉടുക്കുമ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പം അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ ഉടുത്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്താണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടിട്ടാണ്, വേറെ കളറൊന്നും നോക്കിയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കൂടുതലും വരുന്ന കോമ്പിനേഷൻസ് മഞ്ഞ പച്ച മഞ്ഞ ചുവപ്പ്, അതെനിക്ക് വേണ്ടായിരുന്നു. എനിക്ക് ഒരു മാറ്റിയുള്ള കളറായിരുന്നു വേണ്ടത്. അപ്പോൾ ഇതിഷ്ടപ്പെട്ടു. ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കോമ്പിനേഷൻ ചെയ്യുന്നതും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. എനിക്കത് ഇട്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത. ഇനിയിപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നറിയുന്നതായിരിക്കും. അതുവരെ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ വിചാരിച്ചതിൽ പെർഫെക്റ്റായിട്ട് എനിക്ക് ഫിറ്റായ ഒരു സാരി. അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇതിട്ട് വേറെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് അതിനകത്തൊരു കംഫർട്ടബിൾ ആവത്തുള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ. ഈ സാരി ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു സാരിയാണ്. ഇതിനൊരു കഥയുണ്ട്. ഞാൻ ഒരു തുണിക്കടയിൽ പോയിട്ട് അവിടെ ചെന്ന് അവിടുന്ന് സാരി എടുക്കാം എന്നുള്ള ഒരു ഇതൊക്കെ കണ്ടു, ഗെറ്റപ്പൊക്കെ കണ്ട് കയറിയതാണ്. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരു സാധാരണ ഒരു സിമ്പിൾ സാരി, ഒരു 700. അപ്പോൾ സാധാരണ ഒരു സാരി മതി. പക്ഷെ എനിക്ക് ഉടുക്കുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ. ഇത് കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഉടുത്തതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഇതിന് ഈ ഒരു ബ്ലൗസ് പീസ് എടുത്തിങ്ങി പോകുന്നു. ഇത് തന്നെ സെയിം തന്നെ മോൾക്കും എടുത്തു. അവൾക്ക് ഓൾറെഡി സ്കേർട്ട് ഉണ്ടായിരുന്നു, ഒരു ബ്ലൗസ് എടുത്താൽ മതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വന്നിട്ടൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. ഈ സാരി എങ്ങനെ ഇച്ചിരി കൂടെ റിച്ച് ആക്കാം. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് വീണ്ടും ഒരു 2 മീറ്റർ 1.5 മീറ്റർ അങ്ങാണ്ട് എടുത്ത് ഇതിൻ്റെ സൈഡിൽ മുഴുവൻ വെച്ച് പിടിപ്പിച്ച്. ഇതെൻ്റെ ഒരു അടുത്തൊരു സ്റ്റിച്ചിങ് സെൻറ്ററാണ്, വളരെ അടുത്താണ്. എപ്പം ഞാൻ കൊണ്ട് കൊടുത്താലും എൻ്റെ അലുക്കുലത്തെ പണികളൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് ചെയ്തു തരും. അതൊരു 100 റുപ്പീസേ ആയുള്ളൂ. ഇത് ഫുള്ള് വയ്ക്കുന്നതിന് 100 റുപ്പീസേ വാങ്ങിയുള്ളൂ. അങ്ങനെ അത് രണ്ടും കൂടി എടുത്തതാണ്, ചെയ്തെടുത്ത സാരിയാണിത്. അപ്പോൾ ഇതെൻ്റെ തന്നെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിൽ ഞാൻ തന്നെ ചെയ്ത സാരിയാണ്.